കൊച്ചി ഇരുമ്പനം BPCLൽ CITU BMS തർക്കം. കമ്പനി പാസ് ഉപയോഗിച്ച് ഇന്ധനം നിറച്ച് പുറത്തിറക്കിയ വാഹനങ്ങൾ ഗേറ്റിൽ CITU തടഞ്ഞിട്ടു. ഭാരത് പെട്രോളിയത്തിന്റെ ഇന്ധന നീക്കം തടസ്സപ്പെട്ടു. BMSന് ഹെൽപ്പർ പാസ് നൽകിയതിലാണ് CITUയുടെ പ്രതിഷേധം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, എന്താണ് സംഭവം? രാവിലെയാണ് ഈ ഒരു തർക്കങ്ങൾക്ക് തുടക്കമാകുന്നത്. അതായത് നേരത്തെയും BPCLൽ ഇത്തരത്തിൽ CITU മറ്റ് യൂണിയനുകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തടയുന്ന വിധമുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു നടത്തിയത്. കൂടുതൽ ആളുകളെ മറ്റ് യൂണിയനുകളിൽ നിന്ന് ആളുകളെ ഉൾപ്പെടുത്തിയാൽ അടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇന്ധന നീക്കത്തിനായി 10 പേർക്ക് ഹെൽപ്പർമാരായി പാസ് ലഭിച്ചിരുന്നു. ആ പാസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ധന നീക്കത്തിനായി 10 പേർക്ക് ഹെൽപ്പർമാരായി പാസ് ലഭിച്ചിരുന്നു. ആ പാസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് പമ്പുകളിൽ നിന്നടക്കം ലഭിക്കുന്ന പാസുകളുടെ അടിസ്ഥാനത്തിലാണ് BMS തൊഴിലാളികൾ അവിടെ അതിനകത്ത് കയറി ജോലി എടുക്കാൻ എത്തിയത്. എന്നാൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റു ഒരു യൂണിയനിലെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം CITU നടത്തിയത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഗേറ്റിന് പുറത്ത് CITU സംഘം തടിച്ചുകൂടി. അതിനകത്തും CITU ഈ ഒരു ഇന്ധന നീക്കം പൂർണ്ണമായും നിലയ്ക്കുന്ന വിധം വാഹനങ്ങളെല്ലാം തന്നെ തടഞ്ഞ് ഇടുകയും ചെയ്തു. പ്രധാനമായും അവർ ഉയർത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, മറ്റു ഒരു സംഘടനയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടരുത്, CITUവിന് മാത്രമാണ് അവിടെ പ്രവർത്തന അനുമതിയുള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയത്. നേരത്തെയും അവിടെ പല ഘട്ടങ്ങളിലും BMSന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ തന്നെയായിരുന്നു CITUവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കമ്പനി പാസ് ഉപയോഗിച്ച് ഇന്ധനം നിറച്ച് പുറത്തിറക്കിയ വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഗേറ്റിൽ CITU തടഞ്ഞത്. പിന്നീട് ചർച്ചകൾ നടന്നു. കമ്പനി അധികൃതരും CITU നേതാക്കളുമായുള്ള ചർച്ചകൾ നടന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പമ്പുകളിൽ നിന്ന് നൽകുന്ന പാസ് ഉള്ള ആളുകൾക്ക് മാത്രം അതിനകത്ത് കയറി ജോലി ചെയ്യാം എന്ന രീതിയിലേക്ക് ഏറ്റവും ഒടുവിൽ CITU മാറി. എന്നാൽ BMS ഇത് പൂർണ്ണമായും തന്നെ അംഗീകരിച്ചിട്ടില്ല. ഈ ഒരു ചർച്ചയിലെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളോട് തങ്ങൾക്കും തൊഴിലാളികളെ അവിടെ തൊഴിലെടുക്കാൻ അനുവദിക്കണം, തൊഴിലെടുക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം എന്ന കാര്യം തന്നെയാണ് BMS ചൂണ്ടിക്കാണിക്കുന്നത്. ഹെൽപ്പ് പാസ് നൽകിയത്, BMSന് ഹെൽപ്പ് പാസ് നൽകിയപ്പോൾ മുതൽ ഉള്ള ഒരു പ്രതിഷേധമാണ് CITUവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെയും ഇത്തരത്തിൽ ഇന്ധന നീക്കം പൂർണ്ണമായും നിലയ്ക്കുന്ന രീതിയിലേക്ക് CITUവിന്റെ സമരങ്ങൾ നീണ്ടിരുന്നു. ഇന്ധന നീക്കം പൂർണ്ണമായും നിലയ്ക്കുന്ന രീതിയിലേക്ക് വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ട്, ഇന്ധന നീക്കത്തിനുള്ള വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ടുള്ള സമര പരിപാടികൾ CITU നടത്തിയിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഇരുമ്പനം BPCLൽ നടന്നത്. എന്നാൽ സാധാരണ നിലയിലേക്ക് ഇന്ധന നീക്കം എത്തിയിരിക്കുന്നു. ഈ ഒരു ചർച്ചയെ തുടർന്ന് CITUവിന്റെ ആളുകൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഗതാഗതം അല്ലെങ്കിൽ ഇന്ധന നീക്കം സാധാരണ നിലയിലേക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. ശരി, കൊച്ചി ഇരുമ്പനം BPCLൽ CITU BMS തർക്കം. കമ്പനി പാസ് ഉപയോഗിച്ച് ഇന്ധനം നിറച്ച് പുറത്തിറക്കിയ വാഹനങ്ങൾ ഗേറ്റിൽ CITUക്കാർ തടഞ്ഞിടുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.